ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതെന്താണ് സംസാരിക്കുന്നതെന്നൊന്നും ക്ലിയർ ആവുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം കുഞ്ഞ് ഇവിടെയുണ്ട്. അച്ഛൻ ഓൾറെഡി വണ്ടിയിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നമ്മളൊരു പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ചെരുപ്പുകളുടെ ബഹളമാണ്, ഈ ഇഷ്ടം പോലെ ചെരുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് ചേട്ടായിയും ചേച്ചിയൊക്കെ എടുത്തതെന്നാണ് കേട്ടോ. അതായത് ഈസ്റ്ററിൻ്റെ ആ ഒരു ടൈമിൽ എടുത്തതെന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു ഷൂവും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയ ചെറിയ പൊട്ടികളൊക്കെ പറ്റിയതാൽ പെട്ടെന്ന് അറിയും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഒരുമാതിരി പെൻസിൽ പോലെയാണ് ഇരിക്കുന്നത്, അതൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ പണ്ടെന്ന് പറയുമ്പം അതായത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ജീൻസും ടോപ്പ് മാത്രം ഇട്ട് നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം അതിനോടൊക്കെ അത്രയും ഒരു ഇഷ്ടമില്ലാണ്ട് പോയി. ഇനിയിപ്പോൾ താല്പര്യം തോന്നിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജസ്റ്റ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് പള്ളിയിലൊക്കെ ഒന്ന് വന്നു. അപ്പോൾ ഇവിടെ ഭയങ്കരമായ തിരക്കായിരുന്നു കേട്ടോ പള്ളിയിൽ. അത് നമുക്ക് വണ്ടിയൊന്നും എടുത്തുകൊണ്ട് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ പള്ളിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പം ഒരു വിശേഷ ദിവസവും കൂടി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് നേരത്തെ എടുത്തതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഡേറ്റായി പോയി. അതാണ് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങാം. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ താമസിച്ചു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെപ്പോൾ ചെല്ലാനാണെന്ന് വിചാരിച്ചിട്ട്, അല്ല വീട്ടിൽ ചെന്നിട്ട് എപ്പോൾ ഉണ്ടാക്കാനാണ് എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ വേണ്ടുന്ന സാധനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ള കാര്യം വളരെ സംശയമുണ്ട് കേട്ടോ. ഞങ്ങൾ ഈയിടെ കുരിശുമല കയറാനൊക്കെ പോയപ്പം നമുക്ക് പല സാധനങ്ങളും നമുക്ക് കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മൾ കുഞ്ഞിൻ്റെ മുടിയൊന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഈ ഒരു മുടി വെട്ടാൻ ഇറങ്ങിയ സമയത്താണ് ഞാനും ഔട്ടിയും കൂടെ വീണത്. അവൾ ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അവൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ മുടി വെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ എനിക്കൊരു കൂന്ന് തുണി മടക്കാനുണ്ട് കേട്ടോ. 2 ദിവസത്തെ തുണി എനിക്ക് ഒരുമിച്ച് മടക്കാനുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മൾ തുണി മുഴുവനും വെയിലത്തിടാതെയാണ് ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. ഞാനാണെങ്കിൽ നമ്മുടെ ചെടിയും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വെച്ചേക്കാണ്. കാരണം ഈ വെയിലടിച്ച് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകും. വളരെ കഷ്ടപ്പെട്ടാണ് അതിന് ഞാൻ പോയെടുത്തുനിന്ന് വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ മടക്കി ഞാൻ വാഷിംഗ് മെഷീൻ്റെ മുകളിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. കാരണം കട്ടിലേൽ കൊണ്ടിട്ടാൽ പിന്നെ ഇത് അവിടെ അങ്ങനെ കിടക്കും. പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്ത് വീണ്ടും എങ്ങോട്ടെങ്കിലും മാറ്റിയിടണം. അപ്പം അങ്ങനെയാണ്. ഇവിടെ ആകുമ്പോൾ ഞാൻ വേഗം മടക്കി തീർക്കും കേട്ടോ. പറഞ്ഞോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈറ്റ് ഇടാവോ? ലൈറ്റ് ഇട്ടേ. ലൈറ്റ് ഇട വെട്ടമില്ലെന്നേ. ലൈറ്റ് മേടിക്ക്. ഇനി പറ. കാലിടിച്ചോ? എവിടെയാ വീണേ? അവിടെ വീണോ കൊച്ച്? കല്ല് എവിടെ ഇടിച്ചേ? തല ഇടിച്ചു. അമ്മ തള്ളിയിട്ടോ കൊച്ചിനെ? തള്ളിയിട്ടോ? എന്റെ കർത്താവേ. ഇവരോട് പറഞ്ഞേ എല്ലാരോടും. 2 മുട്ടിനും വേദനയാണോ? നല്ല ഇടിമുഴക്കം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവളെ ചെരുപ്പിടിപ്പിച്ച് നടത്തിയിരിക്കുന്നത്. ഇനി ബെഡിൽ ചെരുപ്പിട്ടൊന്നും ആരും പറയരുത്. നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടി മുഴങ്ങുന്നതുകൊണ്ട് ഇടാൻ കൊടുത്തു. അല്ലാതെ അവൾ പെരയ്ക്കകത്തൂടെ അങ്ങനെ ചെരുപ്പൊന്നും ഇടാറില്ല കേട്ടോ. അല്ലേ ആവച്ചാ? ഹായ് ഹായ് പറഞ്ഞേ. ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ടാറ്റാ. ബൈ ബൈ. See you. ചായയോ? എൻ്റെ ബോധം കിട്ടുപോയി. അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ എൻ്റെ മെയിനായിട്ടുള്ള, ഞാൻ അല്ലെങ്കിൽ അച്ചാച്ചനോട് എൻ്റെ അച്ചാച്ചൻ ചെയ്യും, നമുക്ക് ഈ കൊതുക് വല മോസ്കിറ്റോ നെറ്റ് നമ്മൾ ഈ ബെഡിലിടുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്ത് മാറ്റാതെ അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ അത് എനിക്കിഷ്ടമല്ല. ഭയങ്കര ഒരു അഭംഗി ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഇതെടുത്ത് മാറ്റണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീക്കുമ്പോഴേ ഞങ്ങളിത് എടുത്ത് മാറ്റും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇടാനും എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇടാൻ ഇച്ചിരിയും കൂടി പാടുണ്ട്. എങ്കിലും നമ്മൾ ആ ഒരു വൃത്തികേട് ഓർക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, മാറ്റി വെച്ചിട്ട് വൈകിട്ടാണ് കേട്ടോ നമ്മൾ എടുത്ത്
ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം, കൊതുകിനെ പേടിക്കണ്ട. എന്തായാലും ഞങ്ങൾ ഇതുവരെ ഓൺലൈൻ ഓർഡർ ചെയ്തതിലൊരു ഏറ്റവും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ, സത്യം പറയാമല്ലോ. ഇത് നല്ല പ്രോഡക്റ്റാണ്, നമ്മൾ വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ. ഞങ്ങൾക്ക് പേടിയായിരുന്നു, നമുക്ക് ഇതുവരെ ഓർഡർ ചെയ്തിട്ട് നല്ല സാധനങ്ങൾ കിട്ടിയിട്ടില്ല, അപ്പോൾ ഇതെങ്ങനെയാവും എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇതെന്തായാലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, എന്തായാലും ഉപയോഗിക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഷോട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും അവളൂടെ വീണിട്ട് അപ്പോൾ അത് ആര് വന്നാലും അവൾ പറയും കേട്ടോ. ആര് വന്നാലും മാത്രമല്ല, 20 ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും അവൾ ആ കാര്യം പറയാം. കാരണം അവളുടെ മുട്ടിടിച്ചെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പക്ഷെ മുട്ടിലും അങ്ങനെ മുറിവൊന്നും കാണുന്നില്ലായിരുന്നു, പുറമേ കാണാനില്ലായിരുന്നു. അവൾ ഇപ്പോഴും പറയും, അമ്മ എന്നെ കൊണ്ട് വീണു, അമ്മയുടെ കാല. അപ്പോൾ എൻ്റെ ഇങ്ങനെ മുട്ടിന് താഴോട്ട് ഫുള്ളും മുറിഞ്ഞ് കാണും കേട്ടോ. അപ്പോൾ പാൻ്റൊക്കെയാണ് അവളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് നോക്കും, അവളെപ്പോഴും കാണിക്കാൻ പറയും. അപ്പോൾ എൻ്റേത് മുറിവ് ഇങ്ങനെ കാണിക്കുമ്പം അവളും അവളുടെ കാലിൽ പറയും, അവളുടെ കാല് മുറിഞ്ഞു, അവിടെ ഇടിച്ചു, തല ഇടിച്ചു, മുറിഞ്ഞു, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം വീണിട്ടുണ്ടെന്ന്. പക്ഷെ അതവൾ കുറേ ദിവസമായിട്ടും അവളത് മറന്നു പോകാതെ ഇങ്ങനെ ഓർത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു, അവൾക്ക് നന്നായിട്ട് വേദന എടുത്തിട്ടുണ്ടാവണം, കാല് ശരിക്കും ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവളിങ്ങനെ ഓർത്തിട്ട് പറയില്ലല്ലോ. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, ഞാനും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തായിരുന്നു ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഒന്നും സംഭവിച്ചില്ല, ചെറിയ മുറിവാണ്. അത് എന്താ പറയുക, 2-3 അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച എടുക്കുമ്പോൾ അത് കരിയും. മറ്റേ ഒടിവോ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഫ്രാക്ചർ എന്തെങ്കിലും വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സിസേറിയൻ ആണെങ്കിലും നോർമലാണെങ്കിലും അമ്മമാർക്ക് നല്ല അച്ഛന്മാർക്കായാലും കുഞ്ഞുങ്ങളാണ് അവർക്കെല്ലാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ടെൻഷനും അതായിരുന്നു, അവൾക്ക് ഭയങ്കരമായിട്ട് പറ്റി. അപ്പോൾ അതുമാണ്, ഇപ്പം ഞാൻ ഒരിടത്ത് വീണാൽ അത് എത്ര വലിയ വീഴ്ചയാണെങ്കിലും ഞാൻ അങ്ങനെ കരയത്തില്ല. നമുക്ക് ആദ്യം ഒരു ചമ്മലാണല്ലോ ഉണ്ടാകുക, അപ്പം ഞാൻ കരയത്തില്ല. പക്ഷേ കൊച്ചിനെന്തോ പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ്, കൊച്ചിനെ ഒരു രീതിയിൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാരണം അവളാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആഞ്ഞു പോകുന്നത്, മുന്നോട്ടാണല്ലോ ആയുന്നത്. അപ്പോൾ അവൾ ആദ്യം വീഴുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ കരഞ്ഞത്. അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ദൈവത്തെ പോലെ ഒരു ചേച്ചി വന്നു, എന്നെ പെട്ടെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച്, പ്രായമുള്ള ചേച്ചിയാണ് കേട്ടോ. എന്നിട്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിവിലൊക്കെ പെട്ടെന്ന് വെള്ളമൊക്കെ കോരി ഒഴിച്ച്, മോനെ പോകണോട്ടോടാ, ആശുപത്രി പോകണോട്ടോടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്ത ഒരു ചേച്ചി. പിന്നീട് 2-3 പ്രാവശ്യം ഞാൻ ചേച്ചിനെ കണ്ടുട്ടോ. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, കാലിന് എങ്ങനെയുണ്ട് മോനെ, വേദന കുറഞ്ഞു എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തുനിന്ന് ചേച്ചിമാരൊക്കെ ഓടിക്കയറി വന്നു കേട്ടോ അതിന് ശേഷം. അപ്പോൾ അതൊക്കെയാണ് അന്ന് സംഭവിച്ചപ്പോൾ അവൾ അതൊക്കെയാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആരെ കണ്ടാലും അവളത് പറയും കേട്ടോ, അമ്മ എന്നെ തള്ളിയിട്ടു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ എവിടെയോ നല്ല പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വെട്ടത്തിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന്. കാരണം ഈ സൈഡ് ഫുള്ള് നമ്മൾ ഗ്രീൻ നെറ്റ് കിട്ടിയേക്കാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. നമ്മളിവിടെ വന്ന് ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങോട്ട് ഈ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനോ, ഈ സൈഡ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സ്റ്റെയറുണ്ട്, മുകളിലേക്കുള്ള സ്റ്റെയർ. പക്ഷേ ഈ സൈഡിൽ നിന്ന് വരുന്ന കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങാനോ, ഇവിടെ ഒരു ഡ്രസ്സ് ഇട്ടാലൊക്കെ എല്ലാം നനയും. അങ്ങനത്തെ ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് ഫുള്ളും ഗ്രീൻ നെറ്റ് കെട്ടിയത്. പക്ഷേ ഈ ഗ്രീൻ നെറ്റ് കെട്ടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ആ ഒരു സൈഡ് ഭയങ്കരമായിട്ട് അടഞ്ഞു പോകും, നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഒരു സംഭവം കുറവ് വരും. അപ്പോൾ അതാണ് ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ആവുകുട്ടിയും അച്ചാച്ചനും നല്ല ഉറക്കമാണ്. ആദ്യമേ അവക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ അച്ചാച്ചൻ വേണം. അച്ചാച്ചൻ ഇവിടെ ഇല്ലെങ്കിൽ ഓക്കെ, അവൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അച്ഛൻ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഉറക്കി കിടത്തുന്നത് അവളെ അച്ഛയാണ് ഉറക്കി കിടത്തുന്നതെങ്കിൽ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് നിർബന്ധമായിട്ടും അച്ചാച്ചൻ വേണം. അപ്പോൾ ഞാൻ എടുക്കാൻ ഓടിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ വരെ വരില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ് അവൾ. ഞാനാണ് ഇപ്പോൾ ഉറക്കി കിടത്തിയത്, പക്ഷേ ഇപ്പോൾ അച്ചാച്ചാന്ന് വിളിച്ചിട്ടാണ് അവളൊന്ന് എണീറ്റിട്ട് കരഞ്ഞത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെറിയ പതുക്കെ തട്ടി ഉറക്കുവാണെങ്കിൽ ആൾ നല്ലതായിട്ട് ഉറങ്ങും, കുറേ സമയം ഉറങ്ങും. ഉറക്കം ശരിയാവാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും, പീക്ക് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ആളുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛൻ കൂടെ പോയി കിടന്നു. എനിക്കിവിടെ കുറേ ജോലിയുണ്ട്, ഈ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പം പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ വീണ്ടും വീട്ടിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസമാണ് പോയിട്ട് വന്നത്, 2 ദിവസം നിന്നിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ
ഇപ്പം എന്താ പറയുക, വെള്ളിയാഴ്ച വീണ്ടും പോകണം, ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അപ്പം അച്ഛൻ മാത്രമേ പോകുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഒരു 15 ദിവസം മുകളിലായി ജലദോഷം ചുമ തുടങ്ങിയിട്ട്. പക്ഷേ ആ സംഭവമേ മാറുന്നില്ല. 2-3 പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കാനില്ല. ചുമ വന്നു കഴിഞ്ഞാൽ 3 ആഴ്ച കഴിഞ്ഞേ മാറത്തുള്ളൂ. ജലദോഷമാണെങ്കിലും അത് ചീറ്റിയും തുമ്മി മാത്രമേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ എന്നാ ചെയ്യാനാ, കൊണ്ടുപോകാനല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പം നമുക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഇവർ കിടന്ന് ഇങ്ങനെ അനുഭവിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു യാത്ര പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇനി അറിയില്ല ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമെന്ന്. അപ്പം വീണ്ടും വച്ച് പോവാണ്. പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ കുറേ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് മമ്മി പ്രത്യേകം എന്നോട് പറഞ്ഞു ഉപ്പ് മുളകും ഒക്കെ കൂട്ടി കൊച്ചിന് കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ മാങ്ങ കൊണ്ടുത്തു വിടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പം എന്താ പറയുക, ഇത്രയും കൂടുതൽ നമ്മളൊരു ചെറിയ വീഡിയോ, കുറച്ച് വീഡിയോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ഇപ്പോൾ നമ്മളങ്ങനെ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഭയങ്കര വ്യൂസ് കുറവാണ്. പക്ഷേ അതൊരു 100 പേരെ കണ്ടുള്ളെങ്കിലും നമുക്ക് സന്തോഷമാണ്. ആ 100 പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടല്ലോ, ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിതിൽ നിന്നൊരു ബെനിഫിറ്റ് നമുക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പം ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് എത്രത്തോളം ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. പേടിച്ചു പോയിട്ടോ വാവേ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും റിപ്ലൈ തരാനൊന്നും പറ്റുന്നില്ല, കാരണം നിന്ന് ചെയ്യാനുള്ള സമയമില്ല. എന്താ ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ വയ്യാഴിക, ക്ഷീണം, ബഹളം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.